വെൽക്കം ടു എജുപോർട്ട്. നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതേ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടല്ലേ. ഡിസംബർ 10-ാം തീയതി 11-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സാം തുടങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയോ, അല്ലെങ്കിൽ പഠിക്കണമല്ലോ എന്ന് ആലോചിച്ച് ഇരിക്കുകയാണോ? പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരും പഠിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. മിസ്സേ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ഇല്ല മിസ്സേ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. മിസ് നോക്കട്ടെ എന്താണ് നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ പഠിക്കുന്നുണ്ടോ, പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് മിസ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, എത്ര പാഠം നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കണം? ആർക്കെങ്കിലും അറിയാവോ എത്ര ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ടത് എന്ന്? മിസ് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 4 യൂണിറ്റുകളാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്നത്. 4 യൂണിറ്റ് ആണ് അല്ലേ. 4 യൂണിറ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾ നന്നാക്കി പഠിക്കേണ്ടത് എന്നത് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ നോക്കിക്കോ, 4 യൂണിറ്റ് ആണ്. ഓക്കെ അല്ലേ? 4 യൂണിറ്റ് പഠിക്കണം. ആദ്യത്തെ 2 യൂണിറ്റുകൾ നോക്കിയടാ. അതേ കണ്ടോ, 1-ാമത്തെയും 2-ാമത്തെയും യൂണിറ്റ് നമ്മൾ ഓണം എക്സാമിന് പഠിച്ചു കഴിഞ്ഞതാണ്. ഓണം എക്സാമിന് നമുക്ക് 2 യൂണിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നേ. അപ്പൊ അടുത്തത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്നത് ഇതേ 3-ാമത്തെയും 4-ാമത്തെയും യൂണിറ്റ് ആണ്. റെഡി അല്ലേ? 4 യൂണിറ്റ് ഉണ്ട്. 4 യൂണിറ്റിൽ നിങ്ങൾ നോക്കിക്കേ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നോക്കിയോ, 3-ാമത്തെ യൂണിറ്റില് നമ്മൾ എന്തൊക്കെയാ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? മീഠാ സന്തര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠം നമ്മൾ പഠിച്ചു. അടുത്തത് ഏതാണ്? ചലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 3-ാമത്തെ യൂണിറ്റില്. ഇപ്പൊ 3-ാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് 2 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. ഇനി ഇതേ 4-ാമത്തെ യൂണിറ്റിലേക്ക് നോക്കിയോ. 4-ാമത്തെ യൂണിറ്റിൽ ഒരു കവിതയാണ് മിലേ സബുക്കോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, മിലേ സബുക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത പഠിച്ചിട്ടുണ്ട്. അടുത്തത് ഏതായിരുന്നു? ഇച്ചു ഓർബിനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? അപ്പൊ 3-ാമത്തെ യൂണിറ്റില് 2 ചാപ്റ്റേഴ്സ്, 4-ാമത്തെ യൂണിറ്റിലും 2 ചാപ്റ്റേഴ്സ്. അപ്പൊ ടോട്ടൽ എത്രയായിട്ടുണ്ട്? 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ഓണ എക്സാമിന് പഠിച്ചതാണ്. 1-ാമത്തെ 2-ാമത്തെ യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഓണ എക്സാമിന് നന്നാക്കി പഠിച്ചെഴുതിയതാണ്. ഇനി നിങ്ങൾ എത്ര ചാപ്റ്റേഴ്സ് ആണ് അടുത്തത് പഠിക്കേണ്ടത്? ഇവിടെ 2 ചാപ്റ്റേഴ്സ്, ഇവിടെയും 2 ചാപ്റ്റേഴ്സ്. 4 പുതിയ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അറിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും? പുതിയ ചാപ്റ്റേഴ്സ് 4 എണ്ണം നിങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ മിസ് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേറൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ, മിസ്സേ അപ്പം ഓണ എക്സാമിന് വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇനി പഠിക്കണോ? ആ ചാപ്റ്റേഴ്സ് ഇനി ക്വസ്റ്റ്യൻ വരുമോ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരിക്കും അല്ലേ? മിസ്സിന് അറിയാം. അങ്ങനെ ആലോചിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം. ആ മിസ്സേ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്നൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. മിസ് പറഞ്ഞുതരാം. ഓണ എക്സാമിന് വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്നും വരൂല. ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ, അത്ര മാത്രമേ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പൊ നിങ്ങൾ ഏറ്റവും നന്നാക്കി പഠിക്കേണ്ടത് ഏതാണ്? നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പൊ പഠിക്കാൻ പോകുന്ന 3-ാമത്തെയും 4-ാമത്തെയും യൂണിറ്റ് ആണ്. ഓണ എക്സാമിന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോഴേ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പൊ നിങ്ങളത് ഒന്ന് ഓർത്ത് നോക്കിയാൽ മാത്രം മതി അല്ലേ? അത്രയേ ഉള്ളൂ. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ 3-ാമത്തെയും 4-ാമത്തെയും യൂണിറ്റ് ആണ് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഇപ്പം കൺഫ്യൂഷൻസ് ഒക്കെ മാറിയല്ലോ. പുതിയതായിട്ട് നമുക്ക് 3-ാമത്തെ യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ്, 4-ാമത്തെ യൂണിറ്റിലും 2 ചാപ്റ്റേഴ്സ്. അതാണ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കേണ്ടത്. അപ്പം പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാരൊക്കെ മിസ്സിന്റെ മക്കൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പഠിക്കാൻ തുടങ്ങിക്കോ. കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എക്സാമിന് വേണ്ടിയിട്ട്. റെഡി ആണല്ലോ? സെറ്റ് അല്ലേ? യെസ്.